എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് എന്നാൽ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ഡിഷാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 4 മുട്ട, ക്യാരറ്റ്, ക്യാബേജ്, സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ അളവ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്യാരറ്റും ക്യാബേജും ഒക്കെ എടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം വിസ്ക് വെച്ചിട്ടോ ബീറ്റർ വെച്ചിട്ടോ നന്നായി അടിച്ച് പതിപ്പിച്ചെടുക്കാം. ഞാൻ ബീറ്റർ വെച്ച് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബീറ്റർ വെച്ച് അടിച്ചെടുക്കുന്നത്. വിസ്ക് വെച്ച് അടിച്ചെടുത്താലും നമുക്ക് നന്നായി തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ മുട്ട ഈ രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജ്, സവാള, ഇഞ്ചി, പച്ചമുളക് ഈ രൂപത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പീൽ ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ മാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാബേജിലും ക്യാരറ്റിലും ഒക്കെ നന്നായി പൊള്ളത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മളത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മിക്സ് നമുക്കിനി റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ബബിൾസൊക്കെ പൊട്ടാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ബബിൾസൊക്കെ പോവാത്ത രീതിയിൽ ഒന്ന് നമ്മൾ വെജിറ്റബിളിലെല്ലാം മുട്ട പുരളത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ട മിക്സ് എല്ലാം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച് കൊടുത്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരളത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിനി ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാം മിക്സ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മുളക് പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയം വെച്ച് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. മുകൾ ഭാഗമൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. താഴ്ഭാഗം നന്നായി വെന്ത് വന്നപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേ കണ്ടില്ല, അടിക്കൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നന്നായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടി 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റ് വെച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, ഒരു സൂപ്പർ ഡിഷല്ലേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.